ഷബാബിന്റെ നേതൃസ്ഥാനത്ത് അതിന്റെ വിഭവങ്ങൾ ഒരുക്കുന്ന കാര്യത്തിൽ വളരെ മുന്നിൽ നിന്ന് പണിയെടുത്ത കുറെ ആളുകളുണ്ട്. ഞാനൊക്കെ സംഘടനയുടെ നേതൃത്വത്തിൽ വരുമ്പോ ബഹുമാന്യനായ ശരീമുണ്ടം അബ്ദുൽ ഹമീദ് മദനിയാണ് അതിന്റെ നേതൃത്വത്തിൽ. എന്റെ സഹപ്രവർത്തകനായ ഷബാബിന്റെ ദീർഘകാലം എഡിറ്റർ ചാർജിൽ നിന്ന ബഹുമാന്യനായ കിനാലൂരിന്റെ കൂടെ, മുജീബ് കിനാലൂരിന്റെ കൂടെ ചെറിയ മുണ്ടത്തെ ഒരാവശ്യത്തിന് വേണ്ടി കാണാൻ ചെന്നു. മറ്റൊന്നുമായിരുന്നില്ല, മലയാളക്കരയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വായിച്ചിട്ടുള്ള മുസ്ലിങ്ങളുടെ, മലയാളികളായ മുസ്ലിങ്ങളുടെ അഭിമാനമായ മഹാനായ അമാനി മൗലവി തയ്യാറാക്കിയ വിശുദ്ധ ഖുർആനിന്റെ വ്യാഖ്യാനം, അതിനെ ആധുനിക മലയാളത്തിലേക്കൊന്ന് മാറ്റിയെഴുതാൻ ചെറിയ മുണ്ടത്തിന്റെ നേതൃത്വത്തിൽ ഭാഷയറിയാവുന്ന, മതമറിയാവുന്ന, ദീനീ കാര്യങ്ങളിൽ താല്പര്യമുള്ള, ഈ മേഖലയിൽ പ്രാവീണ്യമുള്ള ആളുകളുടെ ഒരു കൂട്ടായ്മ രൂപപ്പെടുത്തി ISM. അതിന്റെ നേതൃത്വം ഏറ്റെടുക്കണം എന്നാവശ്യപ്പെടാനാണ് ഞങ്ങൾ 2-3 ISMകാര് ചെറിയ മുണ്ടത്തിന്റെ വീട്ടിൽ ചെന്നത്. ഞങ്ങളുടെ സംസാരം ആദ്യാവസാനം കേട്ടതിന് ശേഷം ചെറിയ മുണ്ടം തന്റെ തുണിയുടെ, അദ്ദേഹം ധരിച്ചിരുന്ന തുണിയുടെ താഴ്ഭാഗം ഇങ്ങനെ ഉയർത്തി കാണിച്ചുകൊണ്ട് പൊട്ടിയൊലിക്കുന്ന, നീരുകെട്ടി പൊട്ടിയൊലിക്കുന്ന കാല് കാണിച്ചിട്ട് പറഞ്ഞു, ഇതാണ് എന്റെ പ്രതിസന്ധി. ഷബാബിൽ ഞാൻ എഡിറ്ററായിരുന്ന കാലത്ത് യുവതയ്ക്ക് വേണ്ടി പുസ്തകങ്ങൾ എഴുതാൻ മണിക്കൂറുകളോളം ഉറക്കമിളച്ച് തന്റെ ആരോഗ്യസ്ഥിതി പരിഗണിക്കാതെ സുദീർഘമായി സേവനം ചെയ്തതിന്റെ, അധ്വാനിച്ചതിന്റെ ബാക്കി പത്രം. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഏൽപ്പിക്കുന്ന ഈ ദൗത്യം ഏറ്റെടുത്താൽ അത് പൂർത്തിയാക്കാൻ കഴിയുമോ എന്നുള്ള ആശങ്ക എനിക്കുണ്ട്. അതുകൊണ്ട് ഞാനിത് ഏൽക്കുന്നില്ല. കഴിവുള്ള വേറെ ആരെയെങ്കിലും നിങ്ങൾ കണ്ടെത്തുക.